ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ തോർത്തലെടുത്തിട്ട് ഏടിയാന്ന് എല്ലാം കൂടി പോകുന്നെന്നുള്ളത്. ഏടിയാന്നുള്ളത് കാണിച്ചു തരാം. ഇതാ ഞാനല്ലതാ പോകുന്നുണ്ട്. എന്ത് കാര്യത്തിനാണ് ഞാൻ പോകുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് നിങ്ങൾക്ക് അവിടെ എത്തുമ്പോൾ മനസ്സിലാവും. നാട്ടിൽ മഴയെല്ലാം പെയ്ത് കുളത്തിൽ വെള്ളമെല്ലാം നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യമാണ് നീന്തൽ എന്ന് പറയുന്നത്. നിങ്ങളിൽ എത്ര പേർക്ക് നീന്താൻ അറിയാം? എന്തായാലും എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യമേ പറഞ്ഞത് ഞാൻ എന്തിനാണ് പോയെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളത്. ഞാൻ അവിടെ വെറുതെ വെള്ളത്തിൽ കാലിട്ടടിച്ച് വെറുതെ ഇരിക്കാൻ, രസിക്കാൻ, അത്രയേ ഉള്ളൂ. ഇതാ പൊന്നൂട്ടനെയും ധാർമ്മിനെയും നീന്തൽ പഠിപ്പിക്കാനായിട്ടാണ് മെയിനായിട്ട് നമ്മളിങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് ഇതിന് പേട്ടടാന്ന് നമ്മളെ ആടെ പറയാം. പേട്ടടാന്ന് പറയാം. അത് ഈ തേങ്ങേൻ്റെ മറ്റേ ഇതിനെ കൊണ്ട് എന്താ ഇതിന് പറയുക, അങ്ങനെയാണ്. അല്ലാണ്ട് ഇത് നമ്മൾ ക്യാനിനെ കൊണ്ട് കെട്ടിയിട്ട് ഇതുപോലെ കെട്ടിയിട്ടാണ് പഠിപ്പിക്കുന്നത്. നിങ്ങളെയാളും അങ്ങനെ തന്നെ ആയിരിക്കും പഠിപ്പിക്കുന്നുണ്ടാവും. എന്നാലും നമ്മളെ ഭാഗത്തുള്ളത് പറഞ്ഞു തരണമല്ലോ. അപ്പോൾ ഇവൻ ഓൾറെഡി കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഏകദേശം പഠിച്ചതേനും പിന്നെ വരാൻ 2 ദിവസം വെച്ച് വന്നിട്ടുണ്ടായിട്ടുള്ളൂ. പിന്നെ വരാൻ പറ്റിയിട്ടില്ല. നീന്തുന്നുണ്ട്, ഓന് പ്രശ്നമൊന്നുമില്ല. ഇത് കെട്ടിയിട്ട് നീന്തുന്നുണ്ടോ? നമ്മൾ രണ്ടാളതാ, ഞാനും ധാർമ്മിയും വെറുതെ ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കലാണ്. ഏച്ചിയാണ് ഇൻസ്ട്രക്ടർ. ഓറ് പണ്ട് ചെറുതിലേ നീന്തലെല്ലാം പഠിച്ചുകൊണ്ട് പ്രൊഫഷണലാണ്. മത്സ്യകന്യക പോകുന്നത് കണ്ടോ? ഒരുത്തി കരയെണ്ണാൻ പോകുന്നുണ്ട്. കരയെണ്ണാൻ രണ്ട് കന്യകമാറും മത്സ്യകന്യകനും പോകുന്നുണ്ട് കുളത്തിലൂടെ. അങ്ങനെ നമ്മൾ നീന്തലറിയാത്ത നമ്മൾ വെള്ളത്തിന്റെ കരക്കിരുന്ന് കാലിട്ടടിക്കുകയാണ് എന്നെല്ലാം പറയുന്നുണ്ട്. കണ്ടറിയാം. കാലിട്ടടിച്ച ഞാനാണെങ്കിൽ കരയിലിരുന്നിട്ട് ധാർമ്മിക്ക് എങ്ങനെ നീന്താം എന്നുള്ള ട്രെയിനിങ് കൊടുക്കല. എല്ലാം നമ്മൾ കടലിലിറങ്ങിയിട്ടും കുളത്തിലിറങ്ങിയിട്ടും നീന്തൽ ട്രെയിനിങ് കൊടുത്തില്ലെങ്കിൽ നമ്മൾ കരയിലിരുന്ന് ട്രെയിനിങ് കൊടുക്കും. അതാണ് നമ്മൾ. അങ്ങനെ എന്തെല്ലോ കാട്ടി കൂട്ടിയാടുന്ന് അവസാനം ഓളെ അത് കെട്ടി ഇറക്കിയെടുത്തുള്ള പ്രകടനമാണ് നിങ്ങൾ കാണുന്നത്. നോക്ക്, എല്ലാരും ഇങ്ങോട്ട് നോക്കിയൊരു ഹായ് പറയൂ. അങ്ങനെ മഴ പെയ്തപ്പോൾ നമ്മളെല്ലാവരും കൂടി വേഗം തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയുള്ളൂ. ടാറ്റാ.